ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമ്മളൊരു വെറൈറ്റി നോമ്പ് തുറയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെറൈറ്റി നോമ്പ് തുറന്ന് മീൻസ് ഞങ്ങളിപ്പോൾ ഇന്നും അങ്ങനെയാണ് നോമ്പ് തുറക്കാറുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് വാർപ്പിൻ്റെ മുകളിൽ നിന്നാണ് നോമ്പ് തുറക്കുന്നത്. ദാറ്റ്സ് ഓൾ. അപ്പോൾ നമ്മൾ എന്താ പറയുക, അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ഉള്ളിൽ നല്ല ചൂടാട്ടോ, അപ്പോൾ അറിയാം നല്ല ചൂടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ല ചൂടായതുകൊണ്ട് ഞങ്ങൾ മുകളിൽ നിന്നാണ് നോമ്പ് തുറക്കുന്നത്. എന്താ പറയുക, അതുകൊണ്ട് തന്നെ ഇന്ന് വെറൈറ്റിയാണ്. നമ്മൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ അത് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ സ്റ്റെപ്പിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കേണ്ടത്. അപ്പം ആ കസ്റ്റാർഡ് ഫ്രിഡ്ജിലാണ്. അപ്പോൾ അതെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഗൈസ്, നമുക്ക് അങ്ങനെ കസ്റ്റാർഡ് എടുക്കാം. ഈ മുകളിലാകുമ്പം എന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾ എന്നും അങ്ങനെ മുകളിൽ പോയാണ് തുറക്കൽ. മുകളിലാകുമ്പം എന്ന് വെച്ചാൽ സാധനങ്ങൾ കയറ്റാൻ പണിയാണെങ്കിലും നല്ല ഉഷാറായിട്ട് ഇരിക്കുക കേട്ടോ, സാധനം കയറ്റിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ കസ്റ്റാർഡാണ് ഇവിടെ. ഇതാണ് നമ്മുടെ കസ്റ്റാർഡ് ആൻഡ് നമ്മുടെ ഫ്രിഡ്ജ് ക്ലോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളെ കസ്റ്റാർഡ് അപ്പം ഞാൻ സംഭവം കാണിച്ചു തരാം കേട്ടോ. അവിടെ സെറ്റ് ചെയ്തതൊക്കെ നമ്മളൊരു പായ് വിരിച്ചിട്ട് അതിലിരിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ലൈറ്റ് സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് ദിവസമായി, ബട്ട് ഞാൻ വീഡിയോ ഉണ്ടായിരുന്നില്ല. ഓക്കെ, നമുക്ക് ചെയ്യാം. ഡ്രസ്സിൻ്റെ നോക്കണ്ട കേട്ടോ, അതിവിടെ നമ്മൾ അയിലും ഇടാറുണ്ട്. അപ്പോൾ അതങ്ങനെ വീണ് കിടക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളുടെ ലൈറ്റ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ. ആൻഡ് ഇതാ നമ്മളെ കസ്റ്റാർഡ് ഉണ്ടാക്കാനുള്ള ഫ്രൂട്ട് സലാഡ് പോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള ഫ്രൂട്ട്സും ആൻഡ് കസ്കസ്, അതുപോലെ സാബൂനരി എന്ന് പറയും. എന്താ വേണ്ടേ പൊന്നെ? ലൈറ്റ് ഇപ്പോഴോ? ഇപ്പം ലൈറ്റ് ഇല്ലേ? ഇപ്പോൾ പ്രകൃതിന്ന് കഴിഞ്ഞു തന്ന ലൈറ്റ് ഇല്ലേ? ന്യൂമിൻ്റെ നെറ്റിമേലെന്താ? ന്യൂമി, ലൈറ്റ് ഇട്ടുതരാം ഞാൻ. പറയ്, എങ്ങനെ കുരുവത്? പക്ഷെ നമ്മളെ ന്യൂമിൻ്റെ മുഖം കൈകൊണ്ടായത്. ന്യൂമി തന്നെ അല്ലാതാണ്. ഇങ്ങോട്ട് നോക്കിയാ മുഖം ആകെ ചീറ്റിച്ചിട്ടോ നമ്മളെ ന്യൂമിക്ക് പാവം നമ്മൾ ന്യൂമി. അപ്പോൾ നമ്മൾ സെറ്റിങ്സൊക്കെ നടത്തി വെള്ളം വെച്ചിട്ടുണ്ട്. ആൻഡ് നമ്മളെ ഫ്രൂട്ട്സ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് കസ്കസ്, സാബൂനരി ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അങ്ങനെ ഇവിടെ നിന്നാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ നമുക്കൊന്നും കൂടി ലൈറ്റ് കിട്ടും. അപ്പം നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കാൻ കഴിച്ചു. ഞാനൊരു വിധമായിട്ടോ. ഓക്കെ, നമുക്ക് ഉണ്ടാക്കാം. ചെയ്തിക്കോ അവിടേക്ക് ഇരിക്ക്, ഞാൻ ഇതാക്കട്ടെ. അവിടെ ഇരിക്ക്. അപ്പോൾ നമ്മളുടെ ഷെഫ് താത്ത ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഓളരെയാണ് കേട്ടോ ഇവിടുത്തെ ഷെഫ്. കാരണം മെസ്സിയൊക്കെ ഉണ്ടാവും ഇവിടെ ഉള്ള ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനാണ് വരൽ. കാരണം 10ാം ക്ലാസ് അല്ലേ, അപ്പോൾ അതിനൊക്കെ ഭയങ്കര രസക്കാരം. അപ്പോൾ നമ്മൾ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ആ പിന്നെ ഇനി ആ പാൽക്ക് നമ്മൾ കസ്റ്റാർഡ് ഇങ്ങനെ തന്നെയല്ലേ ഇപ്പോൾ കസ്റ്റാർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കസ്റ്റാർഡ് ആഡ് ചെയ്ത് കൊടുക്കാം. മോനെ പൊളി തന്നെ. ഇതെന്ത് ന്യൂമി? ഇതെന്താ പറഞ്ഞ കസ്റ്റാർഡ് പറഞ്ഞ? ന്യൂമിൻ്റെ മുഖം തന്നെ ന്യൂമി അല്ലാതെയാണ്. അൽഹംദുലില്ലാ, ന്യൂമി തന്നെ അല്ലാതെയാണ് ഗൈസ്. അപ്പോൾ ദാ നമ്മളുടെ കസ്റ്റാർഡ് ആൻഡ് ഇനി അപ്പം മിക്സ് ഇറ്റ് വെൽ. ഓക്കെ, നന്നായിട്ട് ഇളക്കാന്ന്. ഓക്കെ, കയ്യിൽ ഓടുന്നത് എന്താണ് ഷെഫിന് പറയാനുള്ളത്? ഷെഫ് ഞാൻ കാണിച്ചു കൊടുക്കുമ്പോൾ പറയില്ല. ഓക്കെ, നെക്സ്റ്റ് ഫോർട്ട് നമുക്ക് ചൂച്ചട്ട ഗൈസ്, ജ്യൂസ് എന്നാണ് കുട്ടി ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ വല്ലാതെ ഫ്രൂട്ട്സ് ഒന്നുമില്ല കേട്ടോ. നമ്മളുടെ മുന്തിരി ആൻഡ് നമ്മളുടെ മാംഗോ ആൻഡ് നമ്മളുടെ ബനാന, ദാറ്റ്സ് ഓൾ. അതായത് മുന്തിരി, മാങ്ങ, പഴം. ഓക്കെ, മോനോ ആർക്കൊണ്ടൊരു കള്ളൻ, നോമ്പുകള്ളൻ, മനസാക്ഷി കള്ളൻ. ഓ ഗായ്സ്, നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. മെയിൻ ആയിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കാനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എൻ്റെ കാൽമ ചെളിയാവും. കയറ്. ഓക്കെ കയറിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ബനാന ആഡ് ചെയ്ത് കൊടുക്കാം.
കാണുന്നുണ്ടല്ലോ ഓൺലൈൻ. എന്താണ് എന്താ എന്താ അപ്പോൾ ഗൈസ് എന്താ നമ്മളിത് അതെന്താ അപ്പോൾ നമ്മളിതാ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മളുടെ സാബുനരിയാണ്. സാബുനരി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുക്കറിന് കാലം കിട്ടി. ഓക്കെ വോ ഐ സീ ദ ഹെവൻ. ഓക്കെ വേണ്ടാ സ്വർഗം കണ്ടു അറിയില്ലേ. ഓക്കെ ഇത് കായ്സ് ഊൻ്റെ മോളെ നോമ്പുറക്കോളുള്ള ഒരിതുണ്ടാവും കേട്ടോ. നല്ല രസം കായ്സ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിലോട്ട് നമ്മളുടെ സാബുനരി ആഡ് ചെയ്ത് കൊടുത്ത് ആൻഡ് നമ്മൾ കസ്കൾസും കൂടി ആഡ് ചെയ്താൽ എന്ത് റെഡിയായി? കാലുമേലും മുറിയായില്ലേ? ഏതൊക്കെ എവിടുന്നൊക്കെ ആയത് പൊന്നെ മുറി? ഏതാ പറമ്പുന്നായ മുറി? ഏത് ഇതോ? പിന്നെ എന്താ അമ്മേൻ്റെ അവിടെ നിന്നായതോ? അമ്മേൻ്റെ അവിടെ നിന്ന് വീണത്. ഏതായാലും എല്ലായിടത്തും നമ്മൾ ട്രൈ ചെയ്തിന് വിൽക്കാൻ അല്ലേ? മാക്സിമം ട്രൈ ഇല്ലേ? യെസ്. ഇതിൻ്റെ അധ്വാനം ഉണ്ടായില്ലൊക്കെ. ഗൈസിനെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കസ്കസാണ് ഗൈസ്. മെയിനായിട്ട് നമ്മൾ ഈ വീഡിയോയിലുള്ളത് ഇതൊക്കെ തന്നെയായിരിക്കും. കാരണം നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കണമൊന്നും എടുത്തിട്ടില്ല. ഓൾവേസ് നമ്മളുടെ തുറക്കാനായപ്പോഴുള്ള വിശേഷങ്ങളൊക്കെയാണ് എടുക്കുന്നത്. ഒന്നാമത് ഉള്ളിൽ ലൈറ്റ് കുറവാണ്, അതുകൊണ്ടാണ് പിന്നെ എല്ലാം എടുക്കാനത്. ദാറ്റ്സ് ഓൾ. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. ആൻഡ് നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യണം ഗായ്സ്. ആൻഡ് നമ്മളിത് മിക്സ് ചെയ്തിട്ട് വല്ലേ. ഓ ഗായ്സ് ഒരാൾ ഇവിടെ കള്ളത്തിയ ഇത് കണ്ടപ്പോൾ ഇങ്ങനെ ആരാണ് തള്ളത്തി എൻ്റെ പൊന്നിനോ മുറിയല്ലാത്ത നെറ്റിമുക്കൊരു ഗൈസ്. ഞാനൊക്കെ ഇന്നുണ്ടല്ലോ ഉച്ചക്കൊന്ന് സ്കൂള് വിട്ട് വന്നപ്പോത്തിന് സത്യം പറഞ്ഞാൽ ഞാനൊക്കെ കുഴങ്ങിട്ടോ. പക്ഷെ അപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചാൽ നമ്മളെ ഉമ്മാനും ഉപ്പാനൊക്കെ ഒന്ന് ആലോചിക്കുക. നമ്മളെ ഉമ്മ എന്താന്ന് വെച്ചാൽ ഗൈസ് അതൊന്നും ഇവിടെ പുറത്ത് പറയല്ലോ പെൺകുട്ടിയെ. എല്ലാവർക്കും എത്തൂല ഞാൻ ഫുൾ വാടകക്കാണെന്ന്. പറയണ്ട കേട്ടോ. ഇതാ എൻ്റെ ഉമ്മാൻ്റെ കുപ്പായല്ല പറഞ്ഞ അല്ല അല്ലടി അങ്ങനെ പറയ്. മറ്റേ ഞാൻ വാടക എത്തൂല എല്ലാവരും. ഐസ് വെള്ളോ ഇമ്മ ഇപ്പൊ കുടിച്ചല്ലേ? ഐസ് വെള്ളമൊക്കെ കഴിച്ചു ഗൈസ്. ഇപ്പൊ കുടിച്ചല്ലേ കേട്ടോ നോമ്പ് മുറി. അപ്പോഴാണ് ഞാൻ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഒക്കെ ഓരോ ആലോചിച്ചത്. സംഭവം തരാം. എന്ന് പറഞ്ഞാൽ നമുക്ക് ചായക്കടിയൊക്കെ ഉണ്ടാക്കി തരും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് കടന്നുറങ്ങും. അതുപോലെ തന്നെയാണ് നമ്മൾ ഉപ്പാരും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ നോമ്പ് നോറ്റ് അധ്വാനിച്ച് കൊടുന്നിരുന്നതാണ് നമ്മൾ ഈ വൈകുന്നേരം കഴിക്കണത്. ഇതൊന്നും നമ്മൾ ആലോചിക്കില്ല. അത് എല്ലാവരും ഉപ്പാരും ഇങ്ങനെ തന്നെ കേട്ടോ. അപ്പം ഞാൻ അത്രക്കും കുഴങ്ങിയപ്പോഴാണ് ഞാൻ ആലോചിക്കണത്. നമ്മൾ അന്ന് അങ്ങനെ വരുമ്പോഴേക്ക് കുഴങ്ങും. പക്ഷെ അവരൊക്കെ ഒന്ന് അവസ്ഥ ആലോചിക്കുന്നപ്പോൾ കുഴങ്ങിയാൽ തന്നെ ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം എല്ലാവരും നമ്മളെ ഉമ്മാരിപ്പാരെയൊക്കെ ഒന്ന് ഓർക്കണ്ട. ആരും ഓർക്കാതൊക്കെ ഉണ്ടെന്നല്ല, ഐ മീൻ അങ്ങനെയല്ല. ഓക്കെ അപ്പോൾ ഗൈസ് പിന്നെ നമുക്ക് ഇന്ന് എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ പത്തിരി അല്ലാത്ത ദോശയാണ് ഉള്ളത്. ആൻഡ് നമ്മൾ എന്താ പറഞ്ഞേ ആൻഡ് നമുക്ക് മമ്പയർ കറിയും പിന്നെ അതോ പൂടിപ്പിച്ചു മനസ്സന്നെ. ആൻഡ് അതെന്താപ്പാ ജ്യൂസ് കാരക്ക ജ്യൂസ് ആൻഡ് ഉപ്പ് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് ഉപ്പ് കുറവുണ്ടായിടാം. പിന്നെ ഇത് മമ്പയർ ചെറുപയർ കറിയാണ് ഇന്നുള്ളത്. പിന്നെ ഇന്ന് ഈ കറിയില്ലേ കസ്റ്റാർഡ്. ഓക്കെ കസ്കസ് തന്നെ നിൽക്കായിരുന്നു. ഇറ്റ്സ് ഓൾവേസ് കസ്റ്റാർഡ്. ആൻഡ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നല്ലേ. നുമിയെ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്യുക. അടിച്ചു പൊട്ടിച്ചണോ? എന്താ അടിച്ചു പൊട്ടിച്ചേ? ബെല്ലൈക്കൺ. അപ്പോൾ ഗൈസിന് ഏതായാലും ബാങ്ക് കൊടുത്തിട്ട് കാണാം. ആണ് നമ്മൾ ഈ ലൈറ്റ് സെറ്റ് ചെയ്തത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ വല്ലാത്തൊരു സെറ്റപ്പ് തന്നെയാണ് ഗൈസ്. ഇതാ നമ്മളിവിടെ ഈ ലൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പൈപ്പുമ്മ ഉണ്ടല്ലോ കയറ് കെട്ടി വെച്ചിട്ട്, ഇതൊക്കെ ഉമ്മച്ചിൻ്റെ സെറ്റിങ്സ് ആട്ടോ. ഇവർ ഓൾവേസ് ഈ കയറ് കെട്ടി വെച്ചിട്ട് കയറുമ്മേലാണ് ഈ കമ്പ് നിൽക്കുന്നത്. ഈ കമ്പിലാണ് നമ്മളുടെ ലൈറ്റ് ഇങ്ങനെ കുടുക്കി വെച്ചിട്ടുള്ളത്. ആൻഡ് പിന്നെ ഇതാ അങ്ങനെ കൊണ്ടേ നമ്മളെ ഡാഡി പഠിക്കണ്ടേ. പക്ഷേ ഒരു ഹായ് പറഞ്ഞാണേ, ഒരു ഹായ് പറ. ഏതപ്പ ഹായ് ഒക്കെ ഓക്കെ സെറ്റ് ഹായ്.
പിന്നെ ഇങ്ങനെ പോയിട്ട് നമ്മൾ ഉള്ളിൽ നിന്നാണ് കണക്ഷൻ വരുന്നത്. ഈ 2 വയറ് നമ്മൾ ഇവിടെ ഉള്ളിലെ ഈ ഫ്ലഗിൽ കുത്തും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റിങ്സ് കിടക്കുന്നത്. ആൻഡ് ഓൾവേസ് അപ്പോൾ ഉപ്പിൻ കയ്യിലേപ്പം കൊടുന്നേരാം. ആൻഡ് ഉപ്പയും നോമിയും ഇവിടെ തുറക്കാൻ റെഡി ആയിരിക്കുകയാണ്. ആൻഡ് നമ്മളും റെഡി ആയിട്ട് വരാം. ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. എന്താ നോമിയെ നമ്മൾ ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്ലൈ ചെയ്ത് തൃപ്തി പോന്നില്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ ഐസ് ക്യൂബ്സ് ഇട്ടൊന്ന് മിക്സ് ചെയ്തും കൂടി കൊടുക്കാം. ഇതിൻ്റെ മോളെ സെറ്റ്. ഓക്കെ ബൈ. അപ്പോൾ അതിൻ്റെ നേരെ പുറത്ത് തന്നെയാണ് നമ്മുടെ മുകളിൽ നിന്ന് തന്നെയാണ് നിസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. കാരണം വെച്ചാൽ ചൂടുകൊണ്ട് ഗൈസ് പുറത്തേക്ക് ഇറങ്ങാൻ ഉള്ളിലേക്ക് കയറാൻ വയ്യ ഈ ഒരു ടൈമിൽ. ആൻഡ് ഇഞ്ചിക്കുത്തിൻ്റെ ആളാണ് ഗൈസ്. ഓക്കെ അപ്പോൾ ഇതാ ഇവിടെ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലൈറ്റ് ഇട്ടു കേട്ടോ, ബട്ട് കാണുന്നില്ല. കുറച്ചും കൂടി ഇരുട്ടായിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ പൈപ്പും സെറ്റപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ വീതും കൊടുക്കാം. അപ്പോൾ ഓക്കെ ഇനി ബാങ്ക് കൊടുത്ത് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ബാങ്ക് കൊടുക്കാം കേട്ടോ. പൊന്നിന് നോക്ക് അതിനൊടുക്ക്. ഓക്കെ മെസ്സിക്കതാ. ആൻഡ് ഗൈസ് നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം ഈ ഒരു പുണ്യമായ അന്നിലെടുത്താണ് നമ്മൾ പ്രാർത്ഥിക്കുക. എന്ത് പ്രാർത്ഥിക്കുക, നമ്മൾ എന്ത് വിഷമങ്ങൾ പ്രാർത്ഥിച്ചാലും പഠിച്ചാൽ അത് സ്വീകരിക്കാതെ പോല. ഇവിടുന്ന് കിട്ടിയില്ലെങ്കിലും അവിടെ നിന്നെങ്കിലും കിട്ടും. അവിടെ നിന്ന് പരലോകത്തുന്നല്ല. അപ്പോൾ ഏതായാലും വെറുതെ ഇരിക്കണം. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. എന്താ പറയുക എന്തിനാ ഞങ്ങൾ വേറെ ബാങ്ക്, അന്യന് വേറെ ബാങ്ക്. നമുക്ക് വെള്ളമാണോ? ആർക്കും വേണേ എടുക്കാം. കുട്ടിക്കും അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ കസ്കസും അതൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു പുതിയൊരു ഐറ്റമാണിത്. കാരണം എല്ലാം കൂടി ഇട്ട് കണ്ട് ആരും ഉണ്ടാക്കലുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ അപ്പം ഇനി നമുക്ക് അങ്ങനെ മെയിൻ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് വ്യൂസൊക്കെ കാണാൻ പറ്റും. വിമാനം പോകണ്ട കാണുന്നുണ്ടോ? കണ്ടോ ഗൈസ് നിങ്ങൾ എവിടെയെങ്കിലും വിമാനത്തിന്? അടിപൊളി ഗൈസ്. കാരക്ക ജ്യൂസ് ഇറ്റ്സ് സോ വർത്ത്. അപ്പോൾ ഗൈസ് ഇതാ അങ്ങനെ എത്താ പറഞ്ഞോ മാണകോള് ഫുഡ് കഴിക്കണൊക്കെ എടുത്തോ കൽപ്പന. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മളിതാ കൈ കഴുകുവാണ്. ഇന്റെ റബ്ബ് ഏത് നോമ്പെന്ന് എന്നെ കുറ്റം പാടണം കേട്ടോ. എന്നാലും ഇപ്പം അങ്ങനെ പറയാം. ഇനി വേണ്ട, ക്യാൻസിൽ. ഞാൻ പറഞ്ഞ പോലെയല്ലേ. അപ്പോൾ കഴിച്ചപ്പോൾ ഇനി ഞാൻ കഴിക്കാം. രണ്ട് ഫോർ വീൽ സൈഡ് അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്.
നല്ല രസമല്ലേ ഗൈസ് ഈ ലൈറ്റ് കാണാൻ. എൻ്റെ കൂടെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ലൈറ്റ് എൻ്റെ ഒരു ഫുൾ കിട്ടുന്നില്ല. അപ്പം നമ്മൾ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ബൈ.